ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കറിയുടെ റെസിപ്പിയാണ്. മുരിങ്ങാക്കോലും ചെമ്മീനും കൂടെ വെച്ചിട്ടുള്ളൊരു തീയലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറേയധികം തീയലിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിത്തീയൽ, പാവക്ക തീയൽ, പീച്ചിങ്ങ തീയൽ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. തീയലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുരിങ്ങാക്കോലാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മുരിങ്ങാക്കോൽ ഇല്ലാതെ ചെമ്മീൻ മാത്രം വെച്ച് തീയലുണ്ടാക്കാം. തീയലിന് ആവശ്യമായ ചെമ്മീനാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീൻ വെച്ചും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കൊഞ്ച് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് 300 ഗ്രാം ഉണ്ടാവും. ഈ തീയലിൻ്റെ അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇനി കറിക്കായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അത് ഞാൻ നീളത്തിൽ കനം കുറച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. തീയലുണ്ടാക്കാൻ ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും, 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും, 2 നുള്ളുലുവയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറെല്ലാം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ കൈ എടുക്കാതെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ അടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുത്താൽ മതി. ഇത് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാടൻ കറിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കൊന്നും ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് മൂപ്പിക്കണം. വേപ്പില ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മുരിങ്ങാക്കായ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ചട്ടി മൂടി വെച്ച് മുരിങ്ങാക്കോലും ചെമ്മീനും എല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് കറിക്ക് ആവശ്യമുള്ള വാളംപുളിയാണ്. ഞാൻ ഈ സൈസിലുള്ള ചെറിയൊരുണ്ട പുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തീയലിന് വളരെ കുറച്ച് പുളി ചേർത്താൽ മതി. കൂടുതൽ പുളിയായിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് കാണില്ല. ഇനി പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് നിരടി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. തേങ്ങ വറുത്ത് വെച്ചതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനും കൂടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മുരിങ്ങാക്കോലും ചെമ്മീനെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ചേർക്കുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പുളി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പുളി ചേർത്തതിന് ശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. പുളി ചേർത്തൊരു 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ കറി നല്ല തിക്കാണ്. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി കൂടുതൽ വെള്ളം പോലെ ആയി പോകാനും പാടില്ല, കൂടുതൽ കുറുകിപ്പോകാനും പാടില്ല. അതിനിടയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാൻ മൂടി കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ചട്ടിയുടെ മൂടി മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറി മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കറി നല്ല പാകത്തിനെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കുറുകി വരും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോഴേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിരുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കണം. ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കടുക് താളിച്ചെടുത്തത് ഇനി കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയായ നമ്മുടെ മുരിങ്ങാക്കായ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്.